അപ്പളേ നമ്മൾ പിന്നെ വരാം. ഈ കേരളത്തിൽ എന്റെ പൊസിഷൻ നോക്ക്. ഇതിലും വലിയ വേഷം ചിലപ്പോ കാണേണ്ടി വരും. അല്പം ബുദ്ധിയുള്ള ആളുകൾ ആരും അങ്ങനെ ചിന്തിക്കും. ഈ ശോഭാ ഞാൻ ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകരല്ലേ. ഞാൻ പോയിട്ട് BJP ചേരുവോ കേരളത്തിൽ? അതെങ്ങനെ? ഞാൻ കാര്യങ്ങൾ വിശദമായിട്ട് പറയാം, നീ എന്റെ കൂടെ നിന്നാ മതി. അയ്യയ്യ, വൃത്തികെട്ട ഇങ്ങനെ കാര്യങ്ങൾ തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ആ സ്ത്രീയെ നേരിട്ട് കണ്ട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. ഞാനൊരു വലിയ സംഭവം അല്ലേ? ഞാൻ ആ സ്ത്രീയെ കാണുകയോ സംസാരിക്കുകയോ ഒരു സ്ഥലത്ത് എന്ത് കാര്യത്തിനും ഞാൻ ನಿನ್ನೆತ್ರ ಇದಕ್ಕೆ ಪ್ರತಿಕಾರ ಮಾಡಿಬಿಟ್ಟೆ, ನಾನಿಲ್ಲೆಂದು ಹೋಗಿರದು. ನಾವು ಇನ್ನ ಬರ್ತೆ, ജാഗ്രത. ഇതെന്നാടാ കന്നഡ. ശോഭാ സുരേന്ദ്രൻ പറയുന്നത് എന്താ പറയാ, അവിടെ അവസാന ഘട്ടം പിറ്റേന്ന് BJP-യിൽ ചേരുമെന്ന സ്ഥിതി സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇപ്പൊ എനിക്ക് സമയമില്ല ചാവാനോ അല്ല, തന്റെ കാര്യം നോക്കാൻ എനിക്ക് സമയമില്ല. താൻ പോയിട്ട് പിന്നെ വാ. ഞാൻ ആ സ്ത്രീയെ കാണുക, എനിക്ക് ആ സ്ത്രീയെ ഇഷ്ടമല്ല. ഇത് പണ്ടേ മതി നിർത്ത. ഞാൻ അവരുമായി കാണുകയോ സംസാരിക്കുകയോ എവിടെയെങ്കിലും വെച്ച്. ചന്ദ്ര, എന്തോ ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയെന്ന്, ചിലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ? പരോക്ഷമായി ഒരു സ്ഥലത്ത് വെച്ച് ഫോണിൽ പോലും ഞാൻ ആ സ്ത്രീയോട് ഇന്നുവരെ സംസാരിച്ചിട്ടില്ല. തന്നോട് തർക്കിക്കാൻ ഞാനില്ല. ഇതിലൊക്കെ ചില രീതികളും മര്യാദകളൊക്കെ ഉണ്ട്. താൻ ആദ്യം അതൊക്കെ പഠിച്ചിട്ട് ഞാൻ എന്നെ വന്ന് കാണുന്ന ആളുകൾ മുഴുവൻ, ഒരാളെ എന്നെ വന്ന് കാണുന്നത് പാർട്ടി റിപ്പോർട്ട് ചെയ്യേണ്ട പ്രശ്നം എന്താണ്? ഒരാൾ എന്നെ വന്ന് കാണും. ഞാനിപ്പോ നിങ്ങൾ ഇവിടെ വന്ന് എന്നെ കണ്ടു, ഞാൻ പോയി പാർട്ടിയോട് പറയണം. ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ, മറന്നുപോയി. അത് പാർട്ടിയെക്കുറിച്ചോ ഈ പൊതുകാര്യത്തെക്കുറിച്ചോ അറിയാത്ത ചിലരുടെ പ്രതികരണങ്ങൾ മാത്രമാണ്. അതെന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്.